സപ്പോർട്ട് ചെയ്ത രഞ്ജൻ ചേട്ടൻ മ്യൂസിക്കാണ്. കാരണം നമുക്ക് ആ മ്യൂസിക് നിങ്ങൾ കണ്ട പടത്തിൽ ടൈലന്റ് നമ്മൾ ആദ്യം 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പൊ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ചേച്ചി നിൽക്കുമ്പോ സംഗീതം കൂടെ നിൽക്കുമ്പോ ആ ഷോട്ട് കഴിഞ്ഞപ്പോ ഒരു ഓട്ടോമാറ്റിക്കലി പാട്ട് പ്ലേ ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടിയോ ഓൾറെഡി. പിന്നെ ഈ ഷോട്ട് എടുത്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു അഭിലാഷേട്ടാ ഈ ഷോട്ടിന് കൂടെ ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത ഭയങ്കര, കാരണം ആ ട്യൂണിൽ തന്നെ ഭയങ്കര ഇമോഷണൽ നമ്മൾ കണക്ട് ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. പിന്നെ എങ്ങനെയൊക്കെ അഭിനയിച്ചു സംഗീത ചേച്ചിയിലൂടെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് അന്ന് ലാസ്റ്റ് ഷോട്ടിലെ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു നോട്ടത്തിന്റെ കണ്ണോട്ടം പറഞ്ഞു. ഞാൻ ഭയങ്കര സിങ്കായൊരു മാമായിട്ട് ഭയങ്കര സിങ്കായ. അപ്പൊ എനിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. സിനിമ ഇറങ്ങിയതിനു ശേഷം തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളൊരു ഇൻഹൗസ് പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വളരെ പ്രസന്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്, ധൈര്യമായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ വിജയപരാജയങ്ങളെ കുറിച്ചോ അതിന്റെ മേന്മകളെ കുറിച്ചോ കുറവുകളെ കുറിച്ചോ കൂടുതൽ ഡിസ്കഷനിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ആ ഒരു കോൺവെർസേഷന്റെ ഒരു ചുരുക്കം അതായിരുന്നു. അഭിനയിക്കുന്ന സിനിമയിലാണ് അച്ഛൻ്റെ കൂടെ ഇരുന്ന് സ്ക്രീനിൽ ഇരിക്കുന്ന കാണാറുണ്ട്. അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു പാഠം ഈ സിനിമയ്ക്ക് എത്രമാത്രം ഉപകാരമാണ്? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ അച്ഛന്റെ സിനിമകളിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ അച്ഛന്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ എത്ര ആൾക്കാർ നിൽക്കുക, നമുക്ക് എങ്ങനെ ഇമ്മീഡിയറ്റ് ഡിസിഷൻസ് എടുക്കാമെന്നുള്ള ഒരു അത്ര വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നി. എനിക്ക് അപ്പോഴൊക്കെ നേരത്തെ ഒരു ചോദ്യം വന്നു, അച്ഛന്റെ ഒരു ലെഗസി ഉള്ളത് കാരണം ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോ തൊട്ട് ഇന്ന് വരെ ഇപ്പൊ വരെ എന്റെ മനസ്സിൽ എനിക്കൊരു ടെൻഷനേ ഉള്ളൂ. അത് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ രസിക്കുക. അതൊരു വല്ലാത്ത ഒരു ഭയങ്കര പരിപാടിയാണ്. അത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനെ അധികാരമായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ആ ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മൾ 2 ഷോ കഴിഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ലാത്ത അഭിപ്രായം വരുന്നുണ്ട്. ഇന്ന് രാത്രി എങ്ങനെയായിരിക്കും അത് ട്രാൻസ്ഫോം ചെയ്യുക, നാളെ എങ്ങനെയാണ്, അതാണ് എനിക്ക് എപ്പോഴും ഉള്ള ടെൻഷൻ. ആ ടെൻഷൻ അപ്പുറത്തേക്ക് ഒരു ടെൻഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ എനിക്ക് ഷൂട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഞാൻ അച്ഛന്റെ സെറ്റുകളിൽ പോയി നിന്ന് എനിക്ക് കിട്ടിയ ഗുണം അതാണെന്നാണ്. അച്ഛന്റെ സിനിമ കഴിയുമ്പോൾ അച്ഛനും പോലും ഇതാണ് സിനിമ ഓരോ ഷോയിൽ ചർച്ച ചെയ്യാറ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ രാത്രി അച്ഛനും പോലെയായിട്ട് ചർച്ച. അല്ല, സിനിമയെ കുറിച്ചിട്ട് ഇനി അധികം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. സിനിമ നമ്മൾ പ്രേക്ഷകരിലേക്ക് സിനിമ അതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്ന അത്തരം ചർച്ചകളുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഞാൻ എന്റെ പഠനം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അച്ഛന്റെ വിലക്ക് തീരുന്നതിന് മുന്നേ കൂടെയുണ്ട്. അപ്പോൾ വളരെ നല്ല ബന്ധമാണ്. ഞങ്ങളെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, അച്ഛന്റെ സിനിമകളാണെങ്കിലും എന്റെ സിനിമകളാണെങ്കിലും. അപ്പൊ ആ ചർച്ചകൾ നിരന്തരം, അത് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും സംഭവിക്കുന്ന ചർച്ച.